ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ഉണക്കസ്രാവ് മുളകിട്ട് വറ്റിച്ചത് വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഉണക്കസ്രാവ് നല്ലപോലെ ചൂട് വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ ആ കറുത്ത തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി മാറ്റി വെച്ചു. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 മണി ഉലുവിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി കറി മൂപ്പിച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ തേങ്ങാക്കൊത്താണ് കേട്ടോ ഇതിൻ്റെ സ്പെഷ്യൽ ഉണക്കസ്രാവ് വറ്റിക്കണേൽ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. നല്ല പോലെ വാടി വരുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി, അപ്പോൾ തക്കാളി അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി തക്കാളി നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. നല്ല പോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും സ്വല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വാടി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിക്ക്, തക്കാളിക്ക് നല്ല പുളിയുണ്ട്, എന്നാൽ 2 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തു. മീൻ കറിക്ക് എപ്പോഴും നല്ല പുളി വേണം, നല്ല മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ഉണക്കസ്രാവ് ഇതിൻ്റെ ചാറ് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഉണക്കസ്രാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അവിടെ കിടന്ന് തിളച്ച് ചാറൊക്കെ കുറുതായി വരട്ടെ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ട്, അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോഴാണ് നമ്മുടെ കറി റെഡിയായി എന്നറിയാം നമുക്ക്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു, നല്ലപോലെ തിളച്ചു, ചാറൊക്കെ വറ്റി വന്നു കേട്ടോ. അപ്പം നല്ല ഒരു അടിപൊളി ഉണക്കസ്രാവ് മുളകിട്ട് വെച്ചതാണ് കേട്ടത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണക്കസ്രാവ് കറിയാണ് കേട്ടോ. നാളെ വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കേ.